യഥാർത്ഥത്തിൽ ടേം വ്യവസ്ഥ എന്നത് 3 തവണ MLA ആയവരെ ഇത്തവണ സീറ്റ് വേണ്ട എന്നൊരു ആലോചന. എന്തുകൊണ്ടാണ് നിങ്ങൾക്കിടയിൽ ഇത്തരമൊരു ആലോചന നടക്കുന്നതിൻ്റെ കാരണം? എല്ലാവർക്കും പുതുമുഖങ്ങൾക്ക് പരിഗണന കിട്ടട്ടെ എന്ന ചിന്തയാണോ ഇതിൻ്റെ അടിസ്ഥാനം? ഇല്ല, എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഞാൻ ലീഗിന്റെ ഒരു സംസ്ഥാന ഭാരവാഹിയാണ്. ഞങ്ങളെ പാർട്ടിയിൽ അങ്ങനെ ഒരു തീരുമാനമൊന്നും ഇതുവരെ എടുത്തിട്ടില്ല. നാളെ എടുക്കുമെന്നില്ലെന്നും പറയാൻ പറ്റില്ല. അല്ല, ഔദ്യോഗിക തീരുമാനങ്ങൾ വന്നിരിക്കില്ല. പക്ഷേ ആലോചനകൾ സ്വാഭാവികമാണല്ലോ. രാഷ്ട്രീയമാണ്, അവിടെ സാധ്യതകളാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങളും ചർച്ചകളും ആരംഭിച്ചു വരികയാണ്. സ്വാഭാവികമായും കൂടുതൽ പുതുമുഖങ്ങൾ ലീഗിൻ്റെ മുൻനിരയിലേക്ക് കടന്നു വരിക എന്നൊരു പാർട്ടി നയം കൂടിയില്ലേ എൻ്റെ കാര്യത്തിൽ? അല്ല, ആലോചന നിങ്ങളെ റിപ്പോർട്ടർ നടത്തുന്ന ആലോചന മനസ്സിലാക്കണം. ഞങ്ങളെ പാർട്ടിയിൽ അതൊരു അജണ്ടയായി ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം വരുമ്പോഴല്ലേ, മനസ്സിലായോ? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ 3 തവണ ജനപ്രതിനിധി ആയവര് പുതുതലമുറക്ക് വേണ്ടി മാറി നിൽക്കണം എന്നൊരു തീരുമാനം തദ്ദേശ സ്വയംഭരണ മേഖലയിൽ നമ്മൾ എടുത്തിരുന്നു. മനസ്സിലായോ? അസംബ്ലി, പാർലമെന്റ് ആ മേഖലയിലേക്ക് അങ്ങനെ ഒരു മാനദണ്ഡം ഇതുവരെ പാർട്ടി നിശ്ചയിച്ചിട്ടില്ല. ഭാവിയിൽ അങ്ങനെ നിശ്ചയിക്കോ ഇല്ലേ എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. അല്ല, താങ്കളുടെ നിരീക്ഷണം ഔദ്യോഗികമായ കാര്യമല്ല, ഞാൻ വ്യക്തിപരമായി കൂടി ചോദിക്കുകയാണ്. ഇത്തരം പാർട്ടി നേതൃത്വത്തിലേക്ക് കൂടുതൽ പുതുമുഖങ്ങൾ കടന്നു വരട്ടെ. ലീഗിനെ സംബന്ധിച്ച് സ്ഥിരമായി മത്സരിക്കുന്ന ചില മുഖങ്ങളുണ്ട്. അതിനപ്പുറം കൂടുതൽ മുഖങ്ങൾ കടന്നു വരട്ടെ എന്നത് ലീഗ് അതിനോടൊരു അനുകൂല നേതൃത്വ നിലപാട് ഇക്കാര്യത്തിൽ അനുകൂലമായിരിക്കില്ലേ? ലീഗിന്റെ MLA-മാര് ഓരോ ടൈമിലും വരുന്നവരെ ശ്രദ്ധിച്ചാൽ പുതിയ മുഖങ്ങൾ അടങ്ങുന്നതാണ് ലീഗിന്റെ MLA-മാര്. അത് ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും പഴയ ചില ആളുകൾ മാറി നിൽക്കും, പുതുതായി ചില ആളുകൾ കയറി വരും. അതിപ്പോ കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതാണല്ലോ, അതിന് മുമ്പും കണ്ടതാണല്ലോ. അത് സ്വാഭാവികം വരും. പിന്നെ പരിണിതപ്രജ്ഞരായ നല്ല ലെജിസ്ലേച്ചർ വിജ്ഞാനമുള്ള അത്തരത്തിലുള്ള സീനിയർ ആളുകളുടെ ലീഡർഷിപ്പ് അസംബ്ലിയിൽ ഞങ്ങൾക്ക് ആവശ്യമാണ്. അപ്പം സ്വാഭാവികമായിട്ടും അത്തരക്കാരെ പാർട്ടി ഉപയോഗിക്കും. അത് അവരാഗ്രഹിച്ച് മത്സരിക്കുകയല്ല. മനസ്സിലായി? പി അഹമ്മദ് സാഹിബിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. അത് പരമാവധി ഉപയോഗപ്പെടുത്തണമെന്നായിരുന്നു മുസ്ലിം ലീഗിന്റെ തീരുമാനം. അതുകൊണ്ടാണ് ദീർഘകാലം അദ്ദേഹം MP ആയത്. കാരണം അദ്ദേഹത്തെ പോലെ ഒരാൾ ഡൽഹിയിൽ ഉണ്ടെങ്കിൽ അത് ഈ സ്റ്റേറ്റിനും ഈ കമ്മ്യൂണിറ്റിക്കും ഇവിടുത്തെ ജനങ്ങൾക്കും പ്രവാസികൾക്കും ഒക്കെ പലതും ചെയ്യാൻ പറ്റുന്ന അത്രമാത്രം വിഭവശേഷിയുള്ള വലിയൊരു നേതാവാണ്. അപ്പൊ അത്തരം ആളുകളെ പരമാവധി ഉപയോഗിക്കുക എന്നതാണ് പാർട്ടി ചെയ്യുക. മനസ്സിലായോ? അപ്പോൾ അതേ സമയത്ത് പുതുതായി കടന്നു വരുന്ന യുവജന മേഖലയിൽ നിന്നും വിദ്യാർത്ഥി മേഖലയിൽ നിന്നും വരുന്ന കഴിവ് തെളിയിച്ച ആളുകൾക്ക് എല്ലാ വർഷവും എല്ലാ ടേമിലും മുസ്ലിം ലീഗ് പരിഗണന കൊടുക്കാറുണ്ട്. പിന്നെ ഞങ്ങൾക്ക് കുറഞ്ഞ അവസരങ്ങളുള്ള ഒരു പാർട്ടിയാണ്. ഹൈ പ്രൊഫൈലുള്ള ധാരാളം നേതാക്കളുള്ള ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. പക്ഷെ മുന്നണി രാഷ്ട്രീയത്തിൽ വളരെ പരിമിതമായ സീറ്റുകളിൽ ഞങ്ങൾക്ക് മത്സരിക്കാൻ അവസരങ്ങളുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നം മുസ്ലിം ലീഗിനുണ്ട് കേട്ടോ. അല്ല, അതുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത്. ഞാനിപ്പോൾ പ്രത്യേകിച്ച് മലപ്പുറം അടക്കമുള്ള മലബാർ മേഖലയിൽ കൂടുതലായി കോൺസെൻട്രേറ്റ് ചെയ്യുക. പക്ഷേ നമുക്കറിയാം, സംസ്ഥാന രാഷ്ട്രീയത്തിൽ പല പ്രധാനപ്പെട്ട രാഷ്ട്രീയ നിലപാടുകൾ എടുക്കാനും സുവ്യക്തമായ ചില കാര്യങ്ങൾ പറയാനും ലീഗ് നേതാക്കൾ മുൻനിരയിലുണ്ട്. ഒരിക്കലും തർക്കമല്ല. PK കുഞ്ഞാലിക്കുട്ടിക്ക് യു ഡി എഫിലെ സ്ഥാനം എന്നത് എല്ലാവരും സ്വതന്ത്രമായി അംഗീകരിക്കുന്ന ഒരു കാര്യം കൂടിയാണല്ലോ. അപ്പോൾ ഇങ്ങനെ UDF-ൻ്റെ സന്നിഗ്ധ ഘട്ടങ്ങളിലെല്ലാം സുപ്രധാനമായ നിലപാടെടുക്കാറുള്ള ലീഗിന് കൂടുതൽ പരിഗണന, കൂടുതൽ സീറ്റ് ആവശ്യം, ഇക്കാര്യമൊക്കെ ലീഗ് നേതൃത്വത്തിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളാണോ? ലീഗ് മാത്രം ജയിച്ചു കയറിയാൽ നമുക്ക് ഈ സ്റ്റേറ്റ് ഭരിക്കാൻ കഴിയുമോ? UDF-ന് ഇല്ലല്ലോ. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് സ്വീകരിക്കുന്ന നിലപാട് മുസ്ലിം ലീഗിന് എത്ര സീറ്റ് ഉണ്ടാക്കാം എന്നതിനപ്പുറം UDF-ന് എത്ര സീറ്റ് ഉണ്ടാക്കാനില്ല. ഞങ്ങൾ മാത്രം വളർന്ന് വികാസം പ്രാപിച്ച് ഒരു കൂടുതൽ നമ്പേഴ്സിൽ ഒരു പാർട്ടിയായിട്ട് മാത്രം നിന്നുകൊണ്ട് കാര്യമില്ലല്ലോ. ഇവിടുത്തെ അധികാരത്തിന്റെ ഭാഗമാകട്ടെ. അപ്പൊ തീർച്ചയായിട്ടും മുസ്ലിം ലീഗ് എന്നും മുസ്ലിം ലീഗിന്റെ നമ്പർ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾ വിജയം അങ്ങനെ പരിമിതപ്പെടുത്തി ചിന്തിക്കുന്ന ഒരു പാർട്ടിയെ അല്ല മുസ്ലിം ലീഗ്. നിങ്ങൾ നിലമ്പൂരിൽ ഇത് കണ്ടല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്? ഞങ്ങളൊരു മുന്നണിയിലാണ്. ആ മുന്നണി സ്ഥാനാർത്ഥികളുടെ എണ്ണം, വിജയിക്കുന്നവരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ എവിടെ വിട്ടുവീഴ്ച ചെയ്യണം അവിടെ വിട്ടുവീഴ്ച ചെയ്യണം, എവിടെ സഹകരിക്കണം അവിടെ സഹകരിക്കണം. അപ്പൊ ലീഗ് UDF എന്ന ഒരു ടീമിന്റെ വിജയമാണ്. മനസ്സിലാക്കണോ? അല്ല, ഇത്ര സീറ്റ് ഇപ്പൊ ഞങ്ങൾ പറയാം ഒരു 40 സീറ്റൊക്കെ വേണം. ഇല്ല, ഞങ്ങൾ 40 സീറ്റ് കോൺഗ്രസ് തരും. അങ്ങനെ പിടിച്ചു വാങ്ങി
മത്സരിച്ച് ഞങ്ങളെ പാർട്ടിയുടെ നമ്പർ വലുതാക്കുക എന്ന് ചിന്ത ലീഗിനില്ല. മനസ്സിലാക്കണം. ലീഗിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഓരോ നിയോജകമണ്ഡലത്തിലും വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ നിർത്തുന്നതിലാണ് വളരെ ശ്രദ്ധിക്കേണ്ടത്. ആ നിലക്ക് മുസ്ലിം ലീഗ് മുന്നണിക്കുള്ളിലെ സമാധാനവും അച്ചടക്കവും പിന്നെ ഒരു അനൈക്യത്തിന് ഇടവരുത്താത്ത വിധത്തിൽ വളരെ സുതാര്യമായി എണ്ണയിൽ നിന്ന് നൂലെടുക്കുന്നത് പോലെയാണ് സീറ്റ് വിഭജന ചർച്ചയിൽ ലീഗ് എടുക്കുന്ന സമീപനം. മനസ്സിലായോ? അപ്പൊ തീർച്ചയായിട്ടും ലീഗിന്റെ കാര്യം മാത്രമല്ല, ലീഗിന്റെ ഭാവി മാത്രമല്ല, UDF മൊത്തം സ്ഥാനാർത്ഥികളുടെ വിജയമാണ്. ഞങ്ങളുടെ ഒരു നമ്പർ വർദ്ധിപ്പിക്കലല്ല, UDF നമ്പർ വർദ്ധിപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഓക്കെ, വളരെ നന്ദി ഷാഫി ചാലിയം. എന്തായാലും